സോ അടുത്ത ഇനി ബീം എലമെൻ്റ് കേസിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഡെറിവേഷനാണ്. സോ ഡെറിവേഷന് വേണ്ടി ഇങ്ങനൊരു ബീം കൺസിഡർ ചെയ്യുക, നോഡ് 1 ആൻഡ് 2. ദെൻ രണ്ട് എൻഡിലും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ബെൻഡിങ് മൊമെൻറ്റ്സ് എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതായത് 2-ൽ വരുന്ന ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റ് പോസിറ്റീവ് വാല്യൂ, 1-ൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലുള്ളതാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് നോഡിലെ ഫോഴ്സ് പോസിറ്റീവും സെക്കൻഡ് നോഡിൽ വരുന്ന ഫോഴ്സ് നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വി എക്സിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. വി എക്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വന്നത് 2/L³ ഇൻറ്റു d1y മൈനസ് d2y പ്ലസ് 1/L² phi1 പ്ലസ് phi2 ദിസ് ഹോൾ ടേം ഇൻറ്റു x³, അതായത് ax³ പകരം വരുന്ന ടേമാണ്. ആൻഡ് പ്ലസ് minus 3/L² d1y minus d2y minus 1/L into 2 phi1 plus phi2 the whole into x². Then we had phi1x plus d1y. Okay, this a1 term, a2, a3 and a4 ഈ 4 ടേംസ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എടുക്കാം. ഫസ്റ്റ് ഡി വി എക്സ് ബൈ ഡി എക്സ്. ഓക്കെ, ഈ ടേംസിൽ ഈ അകത്ത് കാണുന്ന ഇത്രയും പോർഷൻ ആക്ച്വലി സെയിം ആണ്. നമ്മുടെ എക്സിൻ്റെ ടേം വരുന്നത് പുറത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഇത്രയും ടേംസ് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല, ഈ ടേം മാത്രം. അതായത് ഇവിടെ നമുക്ക് x³ മാത്രമേ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ യു വിൽ ഗെറ്റ് 3x² ഇൻറ്റു ബ്രാക്കറ്റിൽ വരുന്ന ഈ ടേം, ഫസ്റ്റ് ഇത്രയും ടേം, ദെൻ പ്ലസ് രണ്ടാമത് x² ടേം ഉണ്ട്, അവിടെ ഒപ്പം 2x ഇൻറ്റു ഈ സെയിം ടേം തന്നെയാണ് വീണ്ടും വരുന്നത്, പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോഴത്തേക്കും phi1 മാത്രമേ ബാക്കിയുള്ളൂ. d1y എന്ന് പറയുന്ന ടേം ഇല്ല. ഓക്കെ, അതിൻ്റെ കൂടെ എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ദെൻ അടുത്ത ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും d² dvx ബൈ dx². അഗെയിൻ ഫസ്റ്റ് ടേമിൻ്റെ എടുക്കുമ്പം 6x, ദെൻ ബ്രാക്കറ്റിനകത്തുള്ള ടേം സെയിം തന്നെയാണ്, ദെൻ പ്ലസ് 2 ഇൻറ്റു ബ്രാക്കറ്റിനകത്തുണ്ടായിരുന്ന ടേം, phi1 ടേം അവിടെ എലിമിനേറ്റ് ആയി. ദെൻ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം, d³ ബൈ dx³ ഓഫ് വി എക്സ്. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് പിന്നെ 6 ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം, ഇത്രയും മാത്രമേ ബാക്കി വരത്തുള്ളൂ, ബാക്കി ടേംസെല്ലാം എലിമിനേറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇപ്പം കിട്ടിയേക്കുന്ന ഈ രണ്ട് ഡെറിവേറ്റീവ്സിൽ നമുക്ക് അറ്റ് 0 ആൻഡ് L എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ, അതായത് 1 എന്നും 2 എന്നും പറയുന്ന രണ്ട് നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് മാത്രം എഴുതുന്നത്, ഡീറ്റെയിൽ സ്റ്റെപ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് d² ബൈ dx² ഓഫ് വി എക്സിൻ്റെ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും, വി അറ്റ് 0യുടെ വാല്യൂ 1/L³ ഇൻറ്റു മൈനസ് 6L d1y പ്ലസ് 6L d2y മൈനസ് 4L² phi1 മൈനസ് 2L² phi2. ഓക്കെ, ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ദെൻ ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ d1y phi1 d2y phi2 എന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഈ ഒരു ഫോർമാറ്റിൽ വരും, 1/L³ ഇൻറ്റു മൈനസ് 6L d1y മൈനസ് 4L² phi1 പ്ലസ് 6L d2y ലാസ്റ്റ് മൈനസ് 2L² phi2. ഓക്കെ, ഇത്രയും ടേംസ് ആയിട്ട് വരും. ഇനി ഇതേപോലെ ഇതിനകത്ത് v0യ്ക്ക് പകരം L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ d² ബൈ dx² അറ്റ് വി L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനലിൽ കിട്ടുന്ന ആൻസർ ഇങ്ങനെ ആയിരിക്കും, 1/L³ ഇൻറ്റു 6L d1y പ്ലസ് 2L² phi1 minus 6L d2y plus 4
എൽ സ്ക്വയർ ഫൈ ടു. ഓക്കെ, ഇനി തേർഡ് ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വി എക്സിൻ്റെ അകത്ത് എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും, ഡി എക്സ് ക്യൂബ് അറ്റ് വി 0 1 ബൈ എൽ ക്യൂബ് ഇൻറ്റു 12 ഡി 1 വൈ പ്ലസ് 6L ഫൈ 1 മൈനസ് 12 ഡി 2 വൈ പ്ലസ് 6L ഫൈ 2. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 6 എന്നൊരു ടേമും അതിനകത്ത് ഈ ബ്രാക്കറ്റിലുള്ള ഈ ഒരു ഫുൾ ടേം, അതായത് 2 ബൈ എൽ ക്യൂബ് ഡി 1 വൈ എന്ന് പറയുന്ന ഈ ഒരു ടേമാണ് ഉള്ളത്. അപ്പോൾ നമ്മളതിനകത്ത് എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വി ഓഫ് 0 എടുത്താലും വി ഓഫ് എൽ എടുത്താലും, കാരണം എക്സിൻ്റെ ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കൊന്നുമില്ല, രണ്ട് കേസിലും നമുക്ക് കിട്ടുന്നത് ഈ സെയിം ആൻസർ തന്നെയായിരിക്കും. അതായത് ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വി അറ്റ് എൽ എന്ന് പറയുന്നത് ഈ സെയിം ആൻസർ തന്നെ വരുന്നത് 1 ബൈ എൽ ക്യൂബ് ഇൻറ്റു 12 ഡി 1 വൈ പ്ലസ് 6L ഫൈ 1 മൈനസ് 12 ഡി 2 വൈ പ്ലസ് 6L ഫൈ 2. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് നമുക്ക് ഒരേ ഫോർമാറ്റിൽ കൊണ്ടുവരാനാണ് ഈ ഒരു 1 ബൈ എൽ ക്യൂബ് പുറത്ത് എടുക്കുകയും ദെൻ ആദ്യം എല്ലാം ഡി 1 വൈയുടെ ടേംസ്, രണ്ടാമതെല്ലാം ഫൈ 1, മൂന്നാമത് ഡി 2 വൈ, നാലാമത് ഫൈ 2, ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്, അതായത് ഷേപ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് വരുന്നത് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ ഒമേഗ ബൈ ഡി എക്സ് സ്ക്വയർ ആൻഡ് ഫോഴ്സിൻ്റെ അത് ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് ഒമേഗയാണ് വരുന്നത്. ഞാൻ ജനറൽ ഇക്വേഷൻസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഫോർമാറ്റിലോട്ട് ഇതിനെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻസ് ചെയ്യുന്നത്. ദെൻ നോഡൽ ഫോഴ്സ് അറ്റ് 1, അതായത് ഫസ്റ്റ് നോഡിൽ നോഡൽ ഫോഴ്സ് ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇതായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് ഓഫ് വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ്. ഇതായിരുന്നു നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ജനറൽ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഒമേഗ ആയിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എക്സിൻ്റെ ടേംസിലായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നോഡിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇ ഐ ഇൻറ്റു ഫസ്റ്റ് നോഡിലെ വാല്യൂ F1y ഇസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഫസ്റ്റ് നോഡിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വി 0. ദെൻ വി 0യുടെ വാല്യൂ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, ഇ ഐ ഇൻറ്റു 1 ബൈ എൽ ക്യൂബാണ്. സോ ഇ ഐ ബൈ എൽ ക്യൂബ് ഞാൻ ഒരുമിച്ച് എഴുതുന്നു. ബാക്കി റിമൈൻഡർ ടേംസ് ഇത്രയേ ഉള്ളൂ. 12 ഡി 1 വൈ പ്ലസ് 6L ഫൈ 1 മൈനസ് 12 ഡി 2 വൈ പ്ലസ് 6L ഫൈ 2. ഓക്കെ, ഇതാണ് എല്ലാ ടേംസും വരുന്നത്. സിമിലർലി ഫസ്റ്റ് നോഡിലുള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അത് M1 എന്ന് എഴുതുന്നു. M1ൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു വി 0. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഫസ്റ്റ് നോഡിൽ ബെൻഡിങ് മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ കൗണ്ടർ ക്ലോക്ക് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള വാല്യൂസ് ആണ് പോസിറ്റീവ് എടുക്കുന്നത്. സോ ഇവിടെ M1ൻ്റെ വാല്യൂ നെഗറ്റീവ് വരും. ഓക്കെ, സോ ദ വാല്യൂ വിൽ ബി മൈനസ് ഓഫ് ഇ ഐ ബൈ എൽ ക്യൂബ് ഇൻറ്റു വി 0 ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് വി 0യുടെ വാല്യൂ അടുത്ത് എഴുതുന്നത് just like minus 6L d1y minus 4L square phi 1 plus 6L d2y minus 2L square phi 2 എന്നായിരുന്നു. ഓക്കെ, ഞാൻ ഈ മൈനസ് കൂടെ കൊണ്ടാകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഫൈനലി ഗെറ്റ് ഇ ഐ ബൈ എൽ ക്യൂബ് ഇൻറ്റു 6L d1y plus 4L square phi 1 minus 6L d2y പ്ലസ് 2L സ്ക്വയർ ഫൈ 2 കിട്ടും. ഇതേപോലെ സെക്കൻഡ് നോഡിൽ ഉള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ F2y എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സോ ഒരു നെഗറ്റീവും കൂടെ ആദ്യമേ ആഡ് ചെയ്യണം.
ദെൻ എടുക്കുന്നത് ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വി അറ്റ് എല്ലിൻ്റെ വാല്യൂ. ഓക്കെ, സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും ഇ ഐ ബൈ, അവിടെ നമുക്കൊരു 1/L ക്യൂബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇ ഐ ബൈ എൽ ക്യൂബ് ഇൻറ്റു മൈനസ് 12 d1y മൈനസ് 6L 51 മൈനസ് 12 പ്ലസ് 12 d2y മൈനസ് 6L 52 എന്ന് വരും. ഓക്കെ, ഈ മൈനസ് കൊണ്ട് ഇവിടെ വരുന്ന ടേമിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന ഫൈനൽ ആൻസറാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതേപോലെ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ സെക്കൻഡ് നോട്ട് M2ൻ്റെ വാല്യൂ ഇതാണ്, ഇ ഐ ഇൻറ്റു ടി ക്യൂബ് ബൈ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു വി അറ്റ് എൽ. ഇതാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും ഇ ഐ ബൈ എൽ ക്യൂബ് ഇൻറ്റു 6L d1y പ്ലസ് 2L സ്ക്വയർ 51 മൈനസ് 6L d2y പ്ലസ് 4L സ്ക്വയർ 52. സോ F1y എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡിലെ നോഡൽ ഫോഴ്സാണ്, ഓർ ദി ഷിയർ ഫോഴ്സാണ്. M1 എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ്. അതേപോലെ F2y എന്ന് പറയുന്നത് സെക്കൻഡ് നോഡിലുള്ള നോഡൽ ഫോഴ്സ് വെക്ടറിൻ്റെ ആണ്. M2 എന്ന് പറയുന്നത് സെക്കൻഡ് നോഡിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഇനി നമുക്കിതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് എഴുതണം. കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു യു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന രീതിയിലുള്ള ഇക്വേഷൻ. ഇവിടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിൻ്റെ അവിടെ നമുക്ക് ഈ രണ്ട് ടേംസും മാറി മാറി വരും. അതായത് d1 ആൻഡ് φ1 ഈ രണ്ട് ടേംസും മാറി മാറി ആയിരിക്കും വരുന്നത്. സോ ആ ഇക്വേഷൻ്റെ ഫൈനൽ ഫോം ഇങ്ങനെയാണ് വരുന്നത്. F1y M1 F2y M2 is equal to ഇ ഐ ബൈ എൽ ക്യൂബ്. നമ്മൾ ഡെറൈവ് ചെയ്ത 4 ടേംസിനകത്തും ഈ ഒരു ടേം ആദ്യമേ കോമൺ ആയിട്ടുണ്ടായിരുന്നു, ഇ ഐ ബൈ എൽ ക്യൂബ്. സോ അതിനെ പുറത്തിട്ടിട്ട് ബാക്കി d1y φ1 d2y φ2 ഈ ടേംസിൻ്റെ എല്ലാം കോഎഫിഷ്യൻസ് മാത്രമായിട്ടാണ് എഴുതുന്നത്. 12 6L മൈനസ് 12 6L, രണ്ടാമത്തെ ടേം വരുമ്പോഴത്തേക്കും 6L 4L സ്ക്വയർ, ദെൻ മൈനസ് 6L, ദെൻ 2L സ്ക്വയർ, minus 12 minus 6L 12 minus 6L, then last row 6L 2L square minus 6L 4L square. അങ്ങനെ കോഎഫിഷ്യൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ വരാനുള്ള ടേംസ് ഏതൊക്കെയായിരുന്നു? വി ഹാവ് d1y φ1 d2y ആൻഡ് φ2. ഓക്കെ, അതായത് ഇതിപ്പോൾ ഞാനൊന്ന് സോൾവ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ വരും. F1y is equal to 12 d1y plus 6L φ1 minus 12 d2y plus 6L φ2. ഇതായിരുന്നു നമ്മുടെ F1yയുടെ ഇക്വേഷൻ. സോ ഇതിൽ ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയ മെട്രിക്സിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ബീം എലമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ബാക്കി ടേംസ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ആണ്. ദെൻ ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ദെൻ എൽ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ബീമിൻ്റെ ലെങ്ത്ത്. ഓക്കെ,